ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ളൊരു തക്കാളിയാണ്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. എരിവ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ 3 മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു 3 മുട്ടയ്ക്ക് കണക്കിന് വരുന്ന രീതിയിൽ വേണം നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ മുട്ട ഒഴിച്ച് കൊടുക്കാനായിട്ട്. തീ കുറച്ച് ചെറിയൊരു ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ആ ഒരു കട്ടിയിൽ നമ്മൾ ഓംലെറ്റ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാനാണ് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് കടലമാവ് നമുക്കൊന്ന് ആവശ്യത്തിന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് റൈസ് പൗഡറും കൂടെ മിക്സ് ചെയ്താണ് കടലമാവ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് വേണ്ടത്. മല്ലിയില അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസായിട്ട് രീതിയിൽ അത് കുഴച്ചെടുക്കരുത്. ചെറിയൊരു കട്ടിയും വേണം. അങ്ങനെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോഴത്തേനും നമുക്ക് ഓംലെറ്റ് ശരിയായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മൂടി വേണ്ട, അതൊന്ന് മൂടി വേണം നമ്മളതൊന്ന് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടി കാണും.
നമുക്കിനി ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മുക്കിപ്പൊരിച്ചെടുക്കണം. ഇനി ആ മുട്ട നമുക്ക് വെച്ച അതേ പാനിൽ തന്നെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന നേരത്ത് നമുക്ക് ഇതിലേക്ക് ആ ഒരു കൂട്ടിലേക്ക് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഒരു പാടുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. നമുക്ക് മുട്ടയൊക്കെ നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് ആ ഒരു കടലമാവൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അന്നേരം അത് ഒഴിവാക്കുക. ചെറിയൊരു ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനും. ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണിത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിന് നമുക്ക് വളരെ കുറച്ച് ഓയിൽ മതി. എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കന്റെ ഓള് മറക്കാതെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.